താനെത്തിയോ? ഞാനേ ആ ക്യാമറേൻ്റെ ആൾക്കാർക്ക് ഒരു കമ്പനി കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഫോട്ടോസ് എപ്പോൾ കിട്ടും? ഫോട്ടോസ് അവർ നാളെ തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അച്ഛനൊട്ട് ഹാപ്പി അല്ല തോന്നുന്നു. ആരുടെ? എൻ്റെ അച്ഛൻ തന്നെ. പുള്ളി എന്ത് മുമ്പത്തെ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് പെരുമാറുന്ന പോലെ. എൻ്റെ പൊന്ന് അനീഷേട്ടാ, അച്ഛനാണ് ഏറ്റവും ഹാപ്പി. എന്നെ ഒരു ഗവൺമെൻറ് ജോലിക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക എന്നുള്ളതായിരുന്നു അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് നടന്നില്ലേ? അച്ഛൻ ഹാപ്പിയാണ്. ചേട്ടൻ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. എന്നാലിപ്പോൾ എനിക്ക് തോന്നിയതോ നീ എന്തെങ്ങനെ തന്നെ നോക്കുന്നത്? എന്നാലും എന്നോടുള്ള ഒറ്റ ഇഷ്ടം കൊണ്ട് അനീഷേട്ടൻ ഒറ്റ ഇരിപ്പിനിരുന്ന് പഠിച്ച് പാസ്സായി ഗവൺമെൻറ് ജോലി മേടിച്ചില്ലേ? നിങ്ങൾ പൊളിയാണ്. താങ്ക് യു. എന്നാലും എന്താവും നിൻ്റെ അച്ഛൻ ഈ ഗവൺമെൻറ് ജോലിക്കാരെ കൊണ്ട് മാത്രമേ നിന്നെ കെട്ടിക്കൂ എന്ന് പറഞ്ഞു? അത് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. അനീഷേട്ടൻ ജോലിയിൽ ഇരിക്കെ മരിച്ചുപോയി കഴിഞ്ഞാൽ ആ ജോലി എനിക്ക് കിട്ടുമെന്ന്. അനീഷേട്ടൻ പെട്ടെന്ന് മരിക്കോ? അനീഷേട്ടൻ്റെ ഹെൽത്തൊക്കെ ഓക്കെ അല്ലേ? അല്ല, നമുക്ക് ആദ്യ രാത്രി തുടങ്ങിയാലോ? അയ്യോ, എൻ്റെ ആദ്യ രാത്രി. എടാ മരപ്പാഴേ, സമയം 12 മണിയായി. എണീക്കണമെന്ന് വല്ല വിചാരമുണ്ടോ നിനക്ക്? അച്ഛന് വയ്യേ മനുഷ്യന് മൂഡ് കളയാനായിട്ട്. നല്ലൊരു സ്വപ്നമായിരുന്നു. തുടങ്ങി വന്നേ ഉള്ളൂ. അവൻ്റെ ഒരു സ്വപ്നം. വയസ്സ് 19 ആയില്ലടാ. വല്ല പണിക്കും പോകണ്ടല്ലോ നിനക്ക്. ഞാനേ PSC എഴുതുന്നില്ലേ, എൻ്റെ പേര് ലിസ്റ്റിൽ വന്നില്ലേ? അതുകൊണ്ട് ആർക്ക് എന്തു ഗുണം? മത്തം കൊത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് അവക്കാടുണ്ടായ ചരിത്രം അന്നുമില്ല ഇന്നുമില്ല. അച്ഛനൊരു പൊട്ടൻ. സോ ബേസിക്കലി ഞാനൊരു പൊട്ടനായി. ഇതിനുള്ള മറുപടി ഞാൻ വന്നിട്ട് തരാട്ടോ. ഓ പോകൂ, പോയി മകന് വേണ്ടി പണിയെടുക്കൂ. ഇവിടെ വാട ഫോണേ. അയ്യോ അയ്യോ, എന്തു പറ്റാ? അപ്പോയിൻമെന്റ് ഓർഡറാ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും അല്ലേ? എന്നാലും രാവിലെ ഒരു പണി, രാത്രി വേറൊരു പണി. അച്ഛനൊരു സംഭവം തന്നെ. അടാ, ഇനി രാത്രിയും കൂടെ ഞാൻ പണിക്ക് പോടാ. എടാ, അത് എനിക്ക് വന്നല്ലടാ. പിന്നെ താർക്കൊന്ന നിനക്ക് വന്നത്. നിനക്ക് രാവിലെ എണീറ്റ് പണിക്ക് കൊണ്ടുവരുമല്ലോ. സന്തോഷായില്ലേ? സന്തോഷായി. നിനക്ക് സന്തോഷായില്ലേ?
എന്തേ? വൈകിട്ട് എന്താ പരിപാടി? വൈകുന്നേരം കുറെ എഴുതാനുണ്ടടാ. ഓ, നീ പുറത്തേക്ക് എങ്ങനെ ഇറങ്ങുന്നുണ്ടോ? നല്ല പണിയുണ്ട്, ഫുള്ള് ബിസിയാ, ഒരു ചാൻസും ഇല്ല. നേരിട്ടിട്ട് കാണുകയാണെങ്കിലേ ഒരു കാര്യം പറയണ്ടായിരുന്നു. നോക്കട്ടെ, ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല. ഓ ശരി, നിൻ്റെ വർക്ക് ഇറക്കട്ടെ എന്നാ. പറ്റിയ നീ ഇറങ്ങ, ഞാൻ അമ്പലത്തിൻ്റെ അവിടെ കാണും. ഓക്കെ അപ്പം ശരി. അവിടെ വാടി. നേരത്തെ എത്തിയാ? ദാ, ഏയ് വേണ്ട. നല്ല സന്തോഷത്തിലാണല്ലോ. എന്താ കാണണമെന്ന് പറഞ്ഞത്? ഗസ് ചെയ്യാമോ? സമയമില്ല, എന്താ പറയാനുള്ളതെന്ന് വെച്ചാ വേഗം പറ. ആ, ഒന്ന് പൊരുത്തപ്പെടൂ. ഓക്കെ, പറ. നീ അല്ലേ പറഞ്ഞ് ഒരു ജോലിയായിട്ട് നിന്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കാൻ? ഓ, ഞാനങ്ങനെ പറഞ്ഞു? തേ കളിക്കല്ലേ. ആ, ഞാനങ്ങനെ പറഞ്ഞു. അതിനിപ്പോ എന്താ? എന്നാ നീ കേട്ടോ, എനിക്ക് ജോലി കിട്ടി. നിന്റെ അച്ഛൻ എന്താടി പറഞ്ഞ്? ഗവൺമെൻറ് ജോലിക്കാർക്ക് മാത്രമേ നിന്നെ കെട്ടിച്ചു കൊടുക്കുകയുള്ളൂ എന്നല്ലേ? എന്നാൽ ചെന്ന് പറയടി അങ്ങേരോട് എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടിയെന്ന്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ. ലിസ്റ്റിൽ വന്നപ്പോൾ പറയണമെന്ന് വിചാരിച്ചാൽ ഞാൻ, പിന്നെ കരുതി ജോലി കിട്ടിയിട്ട് പറയാമെന്ന്. ബാ നടക്ക്. അപ്പം ഇനി എങ്ങനെയാ കാര്യങ്ങളൊക്കെ? അനീഷിനെ എനിക്ക് ഇഷ്ടമാണ്. അത് അനീഷ് വന്ന് പ്രപ്പോസ് ചെയ്തപ്പോൾ ജോലി ആവട്ടെ നോക്കാന്നൊക്കെ ഞാൻ പറഞ്ഞത്. അതിനിപ്പോൾ ജോലിയായില്ലേ? അനീഷെ, ഞാൻ നമ്മുടെ കാര്യം വീട്ടിൽ പറഞ്ഞായിരുന്നു. അച്ഛൻ സമ്മതിച്ചില്ല. അല്ല, നിന്റെ അച്ഛൻ പറഞ്ഞ പോലെ എനിക്കിപ്പോൾ ഗവൺമെൻറ് ജോലി ആയില്ലേ? ജോലിയല്ല പ്രശ്നം. പിന്നെ ജോലി അല്ലെങ്കിൽ പിന്നെന്താ നിന്റെ അച്ഛൻ്റെ പ്രശ്നം? നിനക്കെന്താ ഇതിന് മാത്രം മറുപടി ഇല്ലേ? ജാതിയാണ്. ചാ, എന്താടാ? ഇവിടെ മദ്യം എന്തെങ്കിലും ഇരിപ്പുണ്ടോ? ഇല്ല, ഇവിടെ കുറച്ച് കഞ്ഞിവെള്ളം ഇരിപ്പുണ്ട്. എന്തെങ്കിലും പറഞ്ഞപ്പം എന്തേ? എന്തേ? എന്തായി ഞാൻ പറഞ്ഞ കാര്യം ആലോചിച്ചാ? ആലോചിച്ച്, പക്ഷേ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ പോരെ? മതി, തിരക്കൊന്നുമില്ല. ഞാനെന്താ പറയുക, എനിക്ക് അറിയാനുള്ളൊരു
ആകാംക്ഷ കൊണ്ടാ. സെൻസിറ്റീവ് മനുഷ്യനാണ്, കുഞ്ഞു മനസ്സാണ്. അതുകൊണ്ട് നേരത്തെ അറിയാൻ പറ്റിയ അത്രയും സന്തോഷം. ഓക്കെ. ഓക്കെ ആണോ? ഓക്കെ ആണ്, പക്ഷേ ഈ പ്രേമിച്ച് നടക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഒരു ജോലിയൊക്കെ ആയിട്ട് വീട്ടിൽ വന്ന് പെണ്ണി ചോദിക്കുക, അതിനുള്ള ധൈര്യമുണ്ടോ? സർവീസിൽ കയറിയിട്ട് മരിച്ചാൽ പോരെ? അല്ല, അപ്പോഴേ കുടുംബത്തിൽ എന്തെങ്കിലും ഗുണമുണ്ടാവും. എന്താടാ പ്രശ്നം? ഒന്നുമില്ല. എടാ, ഇത് ഒറ്റയ്ക്ക് പിടിച്ചെടുക്കാൻ യുദ്ധമൊന്നുമല്ല, ജീവിതമാണ്. അതുകൊണ്ട് പറയാ, പ്രപഞ്ചത്തിലെ പോരാളി അമ്മ മാത്രമല്ല, നിന്റെ അച്ഛനും കൂടിയാ. നീ കാര്യം പറയടാ. എന്തിനാ ഞാൻ ഈ ജാതിയിൽ ജനിച്ചത്? അതുകൊണ്ടല്ലേ എനിക്കവളെ, ഞാൻ ഈ ജാതിയും അവൾ ആ ജാതിയിലും ജനിച്ചത് ഞങ്ങളുടെ ഉറപ്പാണോ? എടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എടാ, ഇതിപ്പോൾ ഇങ്ങനെയാണെന്നോ ഇങ്ങനെ ആവണമെന്നോ എന്നൊന്നുമല്ല ഞാൻ പറയാൻ പോണത്. ഇത് നീ എൻ്റെ ഒരു കാഴ്ചപ്പാടായിട്ട് കൂട്ടിയാൽ മതി. ഡാ, ഈ ജാതി പറയുന്നത് ശരിയല്ല. അതിപ്പോൾ ഞാൻ താഴ്ന്ന ജാതിയാണെന്ന് നീ പറയുന്നതും ഞാൻ ഉയർന്ന ജാതിയാണെന്ന് അവൾ പറയുന്നതും രണ്ടും പ്രശ്നമാണ്. എടാ, അക്കാലമൊക്കെ അങ്ങ് പോയടാ. എടാ, നിങ്ങളൊക്കെ പുതിയ പിള്ളേരല്ലേ, ആരെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? നീ വിഷമിക്കണ്ട, നമുക്ക് അവരോട് സംസാരിക്കാം. സംസാരിച്ചാൽ തീരാത്ത പ്രശ്നമൊന്നുമില്ല ഇത്, കേട്ടോ? നടക്ക്. ഞങ്ങള് മനസ്സിലായി. അകത്തേക്ക് വരാമോ? ഓ വേണ്ട, അവിടെ നിന്നാ മതി. അല്ല, പിള്ളേർ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ? എടോ, നമ്മുടെ ഉത്സവത്തിന് മക്കളൊക്കെ ആയിട്ട് പോകുമ്പോൾ ഒരാഗ്രഹിച്ചു എന്ന് കരുതി കണ്ണി കണ്ട സാധനങ്ങളൊക്കെ അവർക്ക് മേടിച്ചു കൊടുക്കോ? ഇല്ലല്ലോ. അവർക്ക് വേണ്ടത് തന്നെയാണോ അതങ്ങ് മേടിച്ചു കൊടുക്കും. അതല്ലേ ചെയ്യണേ? ഏവനെ അവർക്ക് വേണ്ട. അല്ല, ഇന്നത്തെ കാലത്ത് ഈ ജാതിയൊക്കെ ഒരു പ്രശ്നമാണോ? പ്രശ്നമാണ്. പിന്നെന്തിനാ സർക്കാർ ജോലി വാങ്ങിയിട്ട് ആ മോളെ കെട്ടിച്ചേരാന്ന് പറഞ്ഞു? എടാ, നിന്റെ കൂട്ടർക്കൊക്കെ ബുദ്ധി ഉണ്ടോന്ന് ഇപ്പം ആർക്കറിയാം? നിനക്കൊക്കെ സർക്കാർ ജോലി കിട്ടുന്ന സ്വപ്നത്തിൽ വിചാരിച്ചല്ല, അതുകൊണ്ട് പറഞ്ഞാ. അല്ല, ഇത് തന്നെ ഇപ്പോൾ കോപ്പി അടിച്ച് കിട്ടിയതല്ലോ എന്ന് ആർക്കറിയാം? അല്ല, നിങ്ങളിങ്ങനെ മക്കളുടെ കാര്യത്തിൽ ദുർവാശി കാണിക്കുന്നത് ശരിയല്ല. ദുർവാശിയോ? ഏടോ, അവക്ക് പിന്നെ വേണ്ട, അതാണ്. മോളെ, നിനക്ക് പിന്നെ വേണോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. ഇനി മെല്ലെ ആക്സിലേറ്റർ കൊടുത്താൽ മതി, കേട്ടാ? പോട്ടെ. അല്ല, പോവല്ലോ ഒരു മിനിറ്റ്. അതെ, അഥവാ എനിക്ക് ജോലി കിട്ടിയില്ല എന്ന് വയ്ക്കാം. അതായത് ജോലി കിട്ടാത്തൊരവസ്ഥ വന്നാൽ നീ എന്ത് ചെയ്യും? അത് അറിയാലോ, സെൻസിറ്റീവ് മനുഷ്യനാണ്. നിനക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോയി നിന്നെ നോക്കും, അത്രേ ഉള്ളൂ.
എടി നിനക്ക് ഇവനെ വേണോ? കേട്ടല്ലോ, എന്നാ പോയാട്ടെ. അപ്പോൾ എൻ്റെ ഒരു സർക്കാർ ജോലി. എടോ തന്നെ എടാ ഇയാൾ ഇന്ന് ഞാൻ പാ വന്നേ. ഓലോലാദികളും തിന്നു കൊടുത്തപ്പം മണ്ണിര മൂർഖൻ്റെ വീട്ടിൽ സംബന്ധം ആലോചിച്ച് വന്നേക്കണം. മായിരന്മാർ പാട്ടികളും. ആടാ കേറ്. നമുക്കൊരു ചായ കുടിച്ചിട്ട് പോയാൽ പോരെ? ജോലി കിട്ടിയതിൻ്റെ ട്രീറ്റാണോ? ആയിക്കോട്ടെ, കുടിച്ചേക്കാം.